ഹെവൻ ബേ ട്രാവലിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചരി കൊണ്ടുള്ള വട്ടയമാണ് കേട്ടോ. കണ്ടാലോ നമുക്ക്. രണ്ട് നാഴി പച്ചരിയാണ് കേട്ടോ. ഞാൻ കാലത്ത് അതിരായിട്ട് വെള്ളത്തിലിട്ടതാണ്. നമുക്കൊന്ന് കുതിരണം, എന്നിട്ട് അമ്മിയും മരത്തിട്ട് വേണം പരിപാടി നമുക്ക് സെറ്റാക്കാൻ. അപ്പം നമുക്ക് ഇനി ഇത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ വാലാൻ വെക്കണം കേട്ടോ. രണ്ട് ടീസ്പൂൺ അരിപ്പൊടി നമുക്ക് കുറുക്കിയെടുക്കണം കേട്ടോ. 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ കുറുക്കിയെടുക്കാൻ പോകുന്നത്. 2 നാഴി അരിയാണ് ഞാൻ പച്ചരി ഇട്ടേക്കണം. കമ്മി വെച്ച് സെറ്റാക്കി എടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിങ്ങനെ കട്ട പിടിക്കാണ്ട് കുറുക്കി എടുക്കണം. ചൂടാക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ തരി വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ, കട്ടകൾ വീഴാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നതാണ്. നമുക്കിത് കുറുക്കി എടുക്കാം. ചിക്കൻ്റെ തരാ നമ്മൾ കുറുക്കിയെടുക്കാൻ പോവുകയാണ് ഗായ്സ്. ഇങ്ങനെ കുറുകണ്ട. ഈ പരുവത്തിൽ കുറച്ചുകൂടി ദിവസം വലിയ തീയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കണ്ട അതേ അങ്ങനെ കുറിച്ച് കറക്റ്റായി ഒഴിക്കുന്നത്. അതേതാ സംഭവം സെറ്റായില്ലേ. ഇതേപോലെ അരയ്ക്കാം. അതുപോലെയാണ് മാങ്ങ എനിക്ക് തരണം ആള് കേട്ടോ. ഞാനേട്ടാ നമ്മൾ അരവ് തുടങ്ങി. നമ്മുടെ ചുമരൊക്കെ പെയിന്റടിച്ചു കണ്ട. കുതിർത്തറ പറഞ്ഞേട്ടാ നമുക്ക് ഇത്രയും വേണം മതിക്കാൻ പറഞ്ഞേ. എണ്ണ പോലും പരത്തിടുന്നോട്ടങ്ങട്. നമ്മളെ വട്ടയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മഴ, നല്ല മഴ, നല്ല ക്ലൈമറ്റ്. നല്ല മഴ കേട്ടോ. വീഡിയോസിൽ നമ്മൾ മഴക്കാലം കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ മഴ അധികം പെയ്തിരുന്നില്ല. വെറുതെ നമ്മളെ പറ്റിച്ച് തൂങ്ങിപ്പോകും. നല്ല സെറ്റ് മഴയുണ്ട്. നാളുകൾക്ക് ശേഷം നമ്മുടെ അമ്മ വളരെ കുറച്ച് പണിയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളുണ്ടല്ലോ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ എല്ലാ സംഭവങ്ങളും കൂടി മിക്സ് ചെയ്യാൻ പോകട്ടാ. നമ്മുടെ അരി അമ്മയും വെച്ചാട്ട പച്ചരി അരച്ച് നമ്മുടെ സെറ്റായി.
സംഭവമില്ല കേട്ടോ. നാളികേരം വെള്ളം അരച്ചിട്ട് കുറുക്കി വെച്ച് നമ്മുടെ അരിപ്പൊടി ഏലക്കായ പൊടിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് അങ്ങനെ ചേർക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ മെയിനാണ് ഈസ്റ്റ്. ഞാൻ 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ കേട്ടോ. നമ്മുടെ ഈസ്റ്റ് പൊടി ഞാൻ ചേർക്കുന്നത് കേട്ടോ. പഞ്ചസാര അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. നോക്കിയിട്ട് നമ്മൾക്ക് പിന്നെ നമുക്ക് ചെയ്താൽ മതി. പ്ലേറ്റിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെയാണെങ്കിൽ അത് ഒട്ടി പിടിക്കാണ്ടിരിക്കട്ടെ. സെറ്റായി കേട്ടോ. ലൂഡോയിൽ തോറ്റ് വയ്യാണ്ടായി. അതോടെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ വീണ്ടും കത്തിപ്പിടിക്കാണ്ട് അവിടുന്ന് മഴയും പെയ്ത കാരണം അതെ ഗ്യാസ് ഗ്യാസ് പണ്ട് പറഞ്ഞ ഗ്യാസ് വട്ടയൊക്കെ സെറ്റായിട്ടൊക്കെ എല്ലാം ഞാൻ സെറ്റപ്പ് കിട്ടിൻ്റെ നമുക്ക് അങ്ങനെ നമ്മുടെ വട്ടയപ്പം സെറ്റായിട്ടാ. ഇത് നാളെ ഞായറാഴ്ചയാണ്. നാളെ ഞായറാഴ്ച അങ്ങനെ നൊയമ്പായ കാരണം നമുക്ക് ഇറച്ചിമൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് കറി ഇറച്ചിയൊക്കെ വെച്ച് ഇത് രണ്ടും കൂടി നമ്മൾ സെറ്റാക്കി കഴിക്കും. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ സംഭവം ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ട്രൈ ചെയ്തോളൂ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും